നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് കൊച്ചി കടവന്ത്രയിലേക്കാണ്. അവിടെ കുടിവെള്ളം മുടങ്ങിയിട്ട് 18 ദിവസമാകുന്നു. കടവന്ത്ര അമലാഭവൻ റോഡ് 57-ാം ഡിവിഷനിലാണ് കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നത്. കണക്ഷൻ മാറ്റി നൽകിയതാണ് വെള്ളം മുടങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. പ്രശ്നപരിഹാരത്തിന് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പരാതി. കൃത്യമായ പ്രശ്നം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ നൽകുന്ന വിശദീകരണം. കൊച്ചി നഗരഹൃദയത്തിലെ കടവന്ത്ര അമലാഭവൻ 57-ാം ഡിവിഷനിലെ 38 കുടുംബങ്ങൾ കഴിഞ്ഞ 18 ദിവസമായി കടന്നുപോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ്. ഒരു മാസക്കാലമായി ഇവിടെ വെള്ളമില്ലാത്ത അവസ്ഥ തുടരുന്നു. പക്ഷേ 18 ദിവസമായി ഒരു തുള്ളി വെള്ളം പോലും ഈ പ്രദേശത്തേക്ക് എത്തുന്നില്ല എന്ന പരാതിയാണ് രാവിലെ മുതൽ തന്നെ ഇവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ പരാതി ബന്ധപ്പെട്ട് പല വാതിലുകൾ മുട്ടിയെങ്കിലും അതിലൊന്നും തന്നെ പരിഹാരം കണ്ടെത്താൻ ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ മുതൽ ഈ ആളുകളുടെ എല്ലാം തന്നെ ഈ അവസ്ഥ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ആൻമരിയാണ്. ആൻമരി, എന്താണ് രാവിലെ വന്നപ്പോൾ കണ്ട കാഴ്ച? നമ്മൾ രാവിലെ വന്നപ്പോൾ കണ്ട കാഴ്ച, ഇവർ നമ്മളെ വിളിച്ചു പറയുന്നു ഇവർക്ക് വെള്ളം ലഭിച്ചിട്ട് കുറെ നാളുകളായി എന്ന് നമ്മളെ ഇവർ വിളിച്ചു പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി നമ്മൾ അന്വേഷിക്കാനെത്തും. കുടിവെള്ളമാണ്, അന്വേഷിക്കണം. നമ്മൾ എത്തിയതിനു ശേഷം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് കുറച്ച് മുൻപായിട്ട് നമ്മളൊരു പൈപ്പ് കണ്ടു. ആ പൈപ്പ് നമ്മൾ തുറന്നു നോക്കി. ആ പൈപ്പിൽ നിന്ന് ഗ്യാസ് അല്ലാണ്ട് ഒരു കാറ്റല്ലാണ്ട് ഒരു തുള്ളി വെള്ളമായി പൈപ്പിൽ നിന്ന് വന്നിട്ടില്ല. ആ പൈപ്പിന്റെ ചുറ്റുവട്ടം കണ്ടാൽ അറിയാം എത്ര നാളായി അവിടെ വെള്ളം വന്നിട്ട് എന്നുള്ള കാര്യം ആ ചുറ്റും കണ്ടാൽ. ഞാൻ ഈ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടു. അവരോട് സംസാരിച്ചതിന് ശേഷം അവർ നൽകിയ ഉത്തരം കൃത്യമായിട്ട് എന്താണ് പ്രശ്നമെന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം കിട്ടിയിട്ടില്ല ഈ ദിവസങ്ങളായിട്ടും എന്ന ഉത്തരമാണ് നമുക്ക് ലഭിച്ചത്. കഴിഞ്ഞ ഒരു മാസമായി ഈ ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഇവരൊക്കെ. ചേച്ചി, കഴിഞ്ഞ ഒരു മാസം വെള്ളമില്ലാന്ന് പറഞ്ഞ അവസ്ഥ എങ്ങനെ മനസ്സിലാവും? അപ്പോൾ ഞങ്ങൾ കുടിക്കണ വെള്ളം കടയിൽ നിന്ന് മേടിച്ചിട്ടാണ്, കുപ്പിവെള്ളം മേടിച്ചിട്ടാണ് ഞങ്ങൾ തിളപ്പിച്ച് കുടിക്കണത്. എന്താണെന്ന് വെച്ചാൽ അതാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റൂലല്ലോ, കുപ്പിവെള്ളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അത് തിളപ്പിച്ചിട്ടാണ് ഞങ്ങൾ കുടിക്കണത്. ചോറ് വെക്കണത് അതിൽ തന്നെയാണ്. പിന്നെ തുണി അലക്കൽ ഇത് ഞങ്ങളുടെ വീട്ടിൽ കയറി നോക്കിയാൽ അറിയാം, കുന്നാരം കൂടി കിടക്കണേ. എന്താണെന്നാ വെള്ളമില്ല, പിന്നെ എവിടെ കൊണ്ട് അലക്കണത്? ശരി, രോഗികളടക്കമുള്ള പല ആളുകൾ പ്രായമായുള്ള ഈ അറ്റത്ത് ഇവിടെ അറ്റം വീടുണ്ട്. ആ അറ്റത്ത് ഒരു ചേച്ചി തീരെ വയ്യാതെ കിടക്കണേന്ന്. അവർക്ക് സ്വയം എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടക്കണ ചേച്ചിയാണ്. വെള്ളം അടിച്ചു തരാമെന്ന് പറഞ്ഞു. 2 വണ്ടി ഇന്നലെ കൊണ്ടുവന്ന് അടിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഞാൻ കൗൺസിലറോട് സംസാരിച്ചു. അപ്പോൾ കൗൺസിലർ പറയണ ഇപ്പം എനിക്ക് ഫണ്ടില്ല, ഞാൻ നോക്കട്ടെ, അടിച്ചു തരാം, 2 ദിവസം കഴിയട്ടെ എന്നൊക്കെ പറയണത്. ഒരു സ്നഗ്ഗി മാറ്റിയാൽ തന്നെ ഒന്ന് തുടയ്ക്കാനോ കഴുകാനോ ഒന്നിനും വെള്ളമില്ല. ഒരു കാര്യത്തിനും വെള്ളമില്ലാതെ കുട്ടികളെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെ ജീവിക്കുന്നത്. എന്തായാലും 38 കുടുംബങ്ങൾ മാത്രമല്ല, തൊട്ടപ്പുറം ഒരു അംഗൻവാടിയാണ്. ഇവിടെ കൊച്ചു കുട്ടികളടക്കം ഇവിടെ വരുന്നുണ്ട്. വെള്ളമില്ലാതെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ബന്ധപ്പെട്ട അധികൃതർ ഏത് വിധേനെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കൗൺസിലറെ വിളിച്ചു, കൗൺസിലർ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ മറുപടിയില്ല. വാട്ടർ അതോറിറ്റി വിളിച്ചു, അവരുടെ ഭാഗത്തും മറുപടിയില്ല. ഒരു ടാങ്കറിൽ വെള്ളം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇവർക്ക് താങ്ങാൻ പറ്റുന്ന ഒരു തുകയല്ല അവർ ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തും വെള്ളം വേണമെന്നാവശ്യപ്പെട്ടാൽ ഇവിടെ വെച്ച് വളക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു മറുപടിയാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധി, നമുക്കൊരു പക്ഷേ ചിന്തിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. എന്തായാലും ഉടനടി ഇതിലൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തില്ലെങ്കിൽ മറ്റ് പ്രതിഷേധ മാർഗങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് ഈ 38 കുടുംബങ്ങൾ. കടവന്ത്രയിലെ അമലാഭവനിൽ നിന്ന് ക്യാമറാമാൻ മഹിനും VS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ ആൻഡ് ആൻമരിയ. പൊതുജനം കഴുതയല്ല സാർ. 18 ദിവസമായി കുടിവെള്ളം മുടങ്ങിയിട്ട് എന്നാണ് പറയുന്നത്. കടവന്ത്ര അമലാഭവൻ റോഡ് പരിസരത്ത് അടിയന്തര നടപടി ഇക്കാര്യത്തിലുണ്ടാകും. വാട്ടർ അതോറിറ്റി ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതിഷേധമുണ്ട് നാട്ടുകാർക്ക്.